എല്ലാവർക്കും തന്നെ ആക്ഷൻ കിട്ടുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലിയോ എന്ന സിനിമയ്ക്ക് ശേഷം അടുത്തതായി രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് കൂളി. സിനിമയുടെ ടൈറ്റിൽ ടീസർ വീഡിയോ ഒക്കെ കഴിഞ്ഞ മാസമായിരുന്നു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം 15 മില്യൺ വ്യൂസ് ആണ് ടീസറിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് സിനിമയുടെ ഒഫീഷ്യൽ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ ആരംഭിച്ചിട്ടുണ്ട്. സിനിമയിൽ ശ്രുതി ഹാസൻ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സിനിമയുടെ സിനിമാറ്റോഗ്രാഫറായ ലോകേഷ് സിനിമകളിലെല്ലാം തന്നെ കാണുന്ന ഗിരീഷ് ഗംഗാധരനാണ് ഈ ഒരു സിനിമയിലും സിനിമാറ്റോഗ്രാഫർ. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി. അടുത്തതായി നോക്കാൻ പോകുന്നത് OTT അപ്ഡേറ്റുകളാണ്. വൈശാഖ് സംവിധാനം ചെയ്ത് നമ്മുടെ മമ്മൂക്ക നായകനായി വന്ന ഒരു മാസ് ആക്ഷൻ സിനിമയായിരുന്നു ടർബോ. തിയേറ്ററിൽ ആവറേജ് അഭിപ്രായം നേടിയ മമ്മൂക്കയുടെ സിനിമയുടെ ഒരു OTT അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിച്ചതാണ്. ടർബോ എന്ന സിനിമയുടെ OTT അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് സോണി ലീവ് ആണ്. ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് മാസം സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം ടർബോ എന്ന സിനിമയുടെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു OTT അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഹിറ്റ് അടിച്ച സിനിമയാണ് ആസിഫ് അലി, ബിജു മേനൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി ജിസ് ജോയ് സംവിധാനം ചെയ്ത തലവൻ എന്ന് പറയുന്ന സിനിമ. തിയേറ്ററിൽ നിന്നും ഏകദേശം 25 കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടിയ സിനിമയാണ് തലവൻ. ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് തലവൻ. സിനിമയുടെ OTT അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ OTT അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് സോണി ലീവ് ആണ്. തലവൻ എന്ന സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ സെപ്റ്റംബർ മാസത്തിലായിരിക്കും സോണി ലീവിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പറയുന്നത്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി. കൂടുതൽ സിനിമാ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.